ഈ സിനിമയുടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയമെടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഹീറോയിൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ സ്ട്രക്ചർ കിടക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിന് ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സമയമെടുത്തിരുന്നു. അതിൽ ഞങ്ങൾ ആദ്യം ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടു. അതിൽ ഒത്തിരി പേര് വന്നു. അതിൽ നിന്നും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് അഭിനയിക്കാൻ ചില സീൻസ് കൊടുത്ത് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴൊന്നും നമുക്ക് ആർക്കും അങ്ങോട്ട് തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഈ അന്വേഷണം തുടർന്നു. പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി അങ്ങനെ കണ്ടെത്തിയ കുറേ ഫോട്ടോസ്, അത് കഴിഞ്ഞ് അവരുടെ വീഡിയോസ്, അതുവഴി അങ്ങനെ കണ്ടെത്തിയ കുറച്ച് പേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് ഈ സിനിമയുടെ കഥാപാത്രങ്ങളോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന 5 പേരെയാണ് ഞങ്ങളിവിടെ സിനിമയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് വിളിക്കാം. ഈ സിനിമയുടെ ഞങ്ങളുടെ സ്ക്രീൻ പ്ലേ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് മാലിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ മാലിനി എങ്ങനെ ഇരിക്കണം, മാലിനിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, മാലിനി കാഴ്ചയ്ക്ക് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതുപോലൊരാളെ കിട്ടണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് ഇൻസ്റ്റയിൽ. ചേട്ടാ, എനിക്ക് ഇങ്ങനൊരു കാസ്റ്റിംഗ് കോൾ കണ്ടു, ഞാൻ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ, ഇങ്ങനൊരു ഓഡീഷൻ ഉണ്ട്, ആ ദിവസം വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു, പാടാൻ പറഞ്ഞു. അങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ മകളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ബ്ലാക്ക് ബെൽറ്റാണ് മോള് ഇങ്ങനെ. അപ്പോൾ ഇതൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, കാരണം ഫൈറ്റൊന്നും ഇല്ല സിനിമയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, അച്ഛൻ എന്തിനാണ് പാടുന്നത്? പക്ഷേ അദ്ദേഹം നന്നായിട്ട് മനോഹരമായിട്ട് പാടി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മാലിനി എങ്ങനെയാണോ, മാലിനിയുടെ വീട് എങ്ങനെയാണോ, മാലിനിയുടെ കുടുംബം എങ്ങനെയാണോ, അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ജൂഹിയാണ് മാലിനിയായിട്ട് അഭിനയിക്കുന്നത്. അന്ന് തന്നെ ഞങ്ങൾ ഇത് ഉറപ്പിക്കുകയും ചെയ്തു. എൻ്റെ സിനിമയിലുള്ള ആദ്യത്തെ ഹീറോയിൻ കാസ്റ്റിംഗ് ജൂഹി ആയിരുന്നു. അപ്പോൾ ജൂഹിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടാമതായിട്ട് ശ്രേയ രുക്മിണി, ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ശ്രേയയും ഇതേപോലെ തന്നെ ഞാൻ ഓഡീഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ശ്രേയ നന്നായിട്ട് പാടുമായിരുന്നു. അപ്പോൾ കുറേ പാടുന്ന ക്ലിപ്പുകൾ ഞാൻ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ശ്രേയ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി കണ്ടു. അപ്പോഴൊന്നും ഞാൻ ശ്രേയയുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഞാൻ ഇതിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ, അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളെ, അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ ആ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്തല്ല അത് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ആ ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാനും അത് കുറേ കൂടി എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ ശ്രേയയുടെ 1-2 പ്രോഗ്രാമുകൾ കാണുകയും ശ്രേയയുമായിട്ട് സംസാരിക്കുക ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ശ്രേയ മീറ്റ് ചെയ്തത്. ഇങ്ങനൊരു കഥയാണ്, ഇങ്ങനൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ശ്രേയ വളരെ ഹാപ്പിയായിട്ട് വരികയും അതുപോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. സിനിമ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വെൽക്കം ശ്രേയ രുക്മിണി. Presented before you, hero number 2, the movie Shreya Rukmini. Welcome Shreya. അതുപോലെ സമയമെടുത്ത് തന്നെ ഞങ്ങൾ ആദ്യം വേറൊരു ഓപ്ഷൻ ഓൾമോസ്റ്റ് ഫൈനൽ ചെയ്തു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിലാണ് അത് വർക്കാവുന്നില്ല എന്ന് തോന്നിയത്. അങ്ങനെ വീണ്ടും അന്വേഷണം തുടർന്നു. അങ്ങനെ കിട്ടിയ ഒരു ആർട്ടിസ്റ്റാണ് സ്വാതിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാതിയുടെ ക്യാരക്ടർ ലീന എന്ന് പറയുന്ന ക്യാരക്ടറാണ് സ്വാതി ചെയ്യുന്നത്. പിന്നീട് ഈ സിനിമയിൽ ഇനി 2 ഹീറോയിൻസും കൂടിയാണ്. ആദ്യത്തെ ആൾ റോസ്മിൻ മിസ് മലബാർ ആയിരുന്നു. അപ്പോൾ റോസ്മിൻ്റെ അടുത്ത് ഈ പറയുന്ന ഫോട്ടോസൊക്കെ കണ്ട് ഞാൻ റോസ്മിനെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ റോസ്മിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, ഞാൻ എയർലൈൻസിൽ വർക്ക് ചെയ്യാൻ, എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ അങ്ങനെ പോകാനുള്ളൊരു താല്പര്യത്തിലാണ്. ഞാൻ പറഞ്ഞു, ഒന്ന് വരൂ, വന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് അടുത്ത ജീവിതം മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. അങ്ങനെ റോസ്മിനെ വിളിച്ചു വരുത്തുകയും ഷൂട്ട് ചെയ്യുകയും റോസ്മിൻ്റെ അടുത്ത് ഈ കഥ പറയുകയും ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയും ചെയ്തു. റോസ്മിൻ ഈ സിനിമയിലേക്ക് വന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഞങ്ങളുടെ സിനിമ ഷൂട്ടിംഗ് തീരുമ്പോൾ തന്നെ റോസ്മിൻ അടുത്ത തമിഴ് സിനിമ ചെയ്യുന്നു, അത് കഴിഞ്ഞൊരു തെലുങ്ക് സിനിമ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ എയർ ഹോസ്റ്റസ് ആവണമെന്ന് ആഗ്രഹിച്ച ആളിപ്പോൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏതോ ഒരു ലൊക്കേഷനിൽ നിന്ന് ഞങ്ങൾ വരുത്തിച്ചതാണ്. റോസ്മിൻ, പ്ലീസ് കം. അടുത്ത ക്യാരക്ടർ ദിൽനയാണ്. ദിൽന
ശ്രുതി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത്. ദിൽനയും ഇതേപോലെ തന്നെ ഞങ്ങൾ ദിൽന മലയാളത്തിൽ 1-2 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ദിൽനയുടെ പെർഫോമൻസ് ഞാൻ സിനിമയിൽ കണ്ടിട്ടായിരുന്നില്ല. ആക്ച്വലി ഞങ്ങൾ വിളിച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഈ ക്യാരക്ടറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ദിൽന എന്നുള്ള ഉറപ്പ് കിട്ടിയപ്പോഴാണ് ദിൽനയെ ഇതിലേക്ക് ക്ഷണിച്ചത്. ദിൽന പ്ലീസ് കം. അപ്പോൾ ഇങ്ങനെ 5 പേര് ഞങ്ങളുടെ കൂടെ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. വെൽക്കം ടു സിനിമ ഇൻഡസ്ട്രി. പ്ലീസ്. ഇവരെല്ലാവരും വളരെ രസകരമായിട്ട് ഞങ്ങളുടെ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ വളരെ മനോഹരമായിട്ട് ഞാൻ ആഗ്രഹിച്ചതിനപ്പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. സോ ഞാൻ ആദ്യമായിട്ട് ജൂഹിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം.